പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഇപ്പം വാട്സപ്പിന്റെ DP-യിൽ ഇപ്പം പുതിയൊരു മാറ്റം വന്നത് നമുക്കറിയാം. എല്ലാവരും വിചാരിക്കും ഇപ്പോൾ അവതാറൊന്നുമല്ല, വേറൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി, വാട്സപ്പിന്റെ പുതിയ DP-യിലെ മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് വാട്സപ്പ് ടച്ച് ചെയ്തിട്ട് ഇത് കണക്ക് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് നമുക്കിവിടെ സെറ്റിങ്സ് കാണാനായിട്ട് സാധിക്കും. ഈ സെറ്റിങ്സിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഈ മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ ആ പ്രൊഫൈൽ പിക്ചറിന്റെ റൗണ്ടിൽ തന്നെ അവിടെയായിട്ട് ക്യാമറയുടെ ഇത് വരുന്നില്ലേ, അവിടോട്ടൊന്നും കൂടെ നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യമൊക്കെ നമുക്ക് ഉള്ള ഓപ്ഷൻ ആയിരുന്നു ഈ ക്യാമറ, ഗാലറി, അവതാർ, ഇതെല്ലാം. ഈ 3 ഓപ്ഷനും ആദ്യമേ ഉണ്ടായിരുന്ന ഓപ്ഷനാണ്. ഓക്കെ, അതല്ലാതെ ഇപ്പൊ 4ാമത് ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷനാണ് പുതിയ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അതിന് മുന്നായിട്ട് ഞാൻ പറയാം, ഇത് നമുക്ക് AI-യുടെ സഹായത്തോടു കൂടി നമുക്ക് ആരുടെയെങ്കിലും ഇപ്പോൾ സിനിമ നടന്മാർ ആരെങ്കിലും നമുക്കിപ്പോൾ മമ്മൂട്ടി, മോഹൻലാല്, അതുപോലെ തന്നെ പുതിയ നടനാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ്, ഇങ്ങനെയൊക്കെയുള്ള ആരുടെയും ഫോട്ടോ നമുക്ക് ഇവിടെ DP ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് AI-യുടെ സഹായത്തോട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ ഞാൻ ഈ പറഞ്ഞ നടന്മാരെ ആരെങ്കിലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടോട്ട് ഞാനിവിടെ മമ്മൂട്ടി എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തിട്ട് ഇവിടോട്ട് നമ്മൾ ഈ ആരോ മാർക്കിലോട്ട് ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുണ്ട്, ഇവിടെയായിട്ട് നമുക്ക് മമ്മൂട്ടിയുടെ ഇവിടെ ഒരു 3 ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ AI നിർമ്മിതമായിട്ടുള്ള ഒരു 3 ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഈ 3 നമുക്ക് 3 നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫോട്ടോയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം വന്ന ഈ ഫോട്ടോ, ഈ 4ാമത് വന്ന ഈ ഫോട്ടോയെക്കാട്ടി ബെറ്റർ എനിക്ക് തോന്നുന്നു അതിന് മുന്നത്തെ ഫോട്ടോ, 3ാമത്തെ ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത്. നമുക്കപ്പം ഈ 3ാമത്തെ ഫോട്ടോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഈ 3ാമത്തെ ഫോട്ടോ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ടിക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ടിക്കിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ആ ഫോട്ടോ നമ്മുടെ പ്രൊഫൈൽ അത് DP ആയിട്ട് അവിടെ നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, നമ്മുടെ DP ആയിട്ട് അത് സെലക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇതേ രീതിയിൽ നമുക്കിപ്പോ ആരുടെയും ഇപ്പൊ മമ്മൂട്ടി എന്നല്ല, ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഫോട്ടോ ഇതേ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ DP ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇടാനായിട്ട് ഈ AI-യുടെ സഹായത്തോട് നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഇത് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും വന്നോ എന്തുവാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് ഉണക്ക് പല ആൻഡ്രോയിഡ് ഫോണിലും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ എന്റെ ഫോണിൽ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്, ഒരെണ്ണത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഈ വാട്സപ്പിൽ AI-യുടെ സഹായത്തോടു കൂടി DP ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.